ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് റിവെഞ്ച് ലവ് എന്ന സീരീസിൻ്റെ 5ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് ചെങ്ങാണെങ്കിൽ യുവിനെ അവൻ്റെ പാരൻസിനെ പരിചയപ്പെടുത്തി കൊടുക്കാനായിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരാണ്. അവളെ കാണുമ്പോൾ തന്നെ ചെങ്ങിൻ്റെ അച്ഛനും അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട്. ചെങ്ങാണെങ്കിൽ ഒരു പെൺകുട്ടീനെ അവസാനം ഗേൾ ഫ്രണ്ടാക്കി വീട്ടിൽ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തിയാൽ അവർ ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട്. അവളാണെങ്കിൽ ഇവരെ സോപ്പിടാൻ കണക്കിന് അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ചെങ്ങിൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു സ്കിൻ കെയർ പ്രോഡക്റ്റാണ് കൊണ്ടുവന്നത് ചെങ്ങിൻ്റെ അച്ഛന് കൊടുക്കാനായിട്ട്. ചെങ്ങിൻ്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കി ചെങ്ങിൻ്റെ അച്ഛൻ്റെ ഫേവറേറ്റ് ചായപ്പൊടി അതാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇത് കിട്ടുമ്പോഴത്തേക്കും അവർ ഭയങ്കര സന്തോഷിക്കുന്നുണ്ട്. അവളെയാണെങ്കിൽ അങ്ങ് മൊത്തത്തിൽ ഇഷ്ടപ്പെടുന്നുണ്ട്. അവളോട് ചെങ്ങിൻ്റെ അമ്മ പറയുന്നുണ്ട്, ചെങ്ങിനൊരു ചേച്ചിയുണ്ട്, ചേച്ചി എബ്രോഡാണുള്ളത്, ഞാൻ പരസ്പരം ഒരു ദിവസം നിങ്ങൾ രണ്ടുപേരെയും പരിചയപ്പെടുത്തി കൊടുക്കാമെന്ന്. അതേസമയം ചെങ്ങി ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അവനവൻ്റെ ഫോണിൽ ഷീഷോങ്ങിൻ്റെ മെസ്സേജ് എല്ലാം വരുന്നുണ്ടോ എന്ന് നോക്കിയാണ് ഇരിക്കുന്നത്. കാരണം ഷീഷോങ്ങിനെ അന്വേഷിച്ച് ജിയാങ്ങിൻ്റെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഷീഷോങ് അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഷീഷോങ് എവിടെയാണെന്ന് അവനിപ്പോൾ അറിയത്തില്ല. അതേ ടൈമിന് അവനിങ്ങനെ ശ്രദ്ധിക്കാതിരിക്കുന്ന കാണുമ്പോൾ അമ്മയും അച്ഛനും ആണെങ്കിൽ എടാ മര്യാദയ്ക്ക് ഇരിക്കാനായിട്ട് അവൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അവനങ്ങനെ ഫോൺ നോക്കുന്ന നിർത്തിയിട്ട് ആ സംസാരത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട്. അതിനുശേഷം അവനും യുയും കൂടെ വീട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അവൾ പറയുന്നുണ്ട്, നിൻ്റെ പാരൻസിനെ മീറ്റ് ചെയ്യാനായിട്ടെങ്കിൽ ഭയങ്കര ടെൻഷനായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ അവരെന്ത് സ്വീറ്റാന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ കൈയൊക്കെ പിടിക്കുന്നുണ്ട്. എന്നാൽ അവനാണെങ്കിൽ അവളുടെ കൈ മാറ്റിയിട്ട് എൻ്റെ ഡ്രൈവർ നിന്നെ വീട്ടിൽ കൊണ്ടുവിടുമെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നുണ്ട്. ആ ഒരു ടൈമിന് അവൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള പയ്യൻ അങ്ങോട്ടേക്ക് വന്നിട്ട് ഇതുവരെയായിട്ട് നിൻ്റെ പാമ്പുകളെ പറ്റി ഒരു വിവരവും ഇല്ലയെന്ന് പറയാണ്. ആ സമയം അവനാണെങ്കിൽ എന്നെ കണ്ടാൽ ഭയങ്കര പേടിയായിട്ടുള്ള ഒരാളെ പോലെ തോന്നുന്നുണ്ടോ, കാരണം ഒരാൾ എൻ്റെ അടുത്തേക്ക് വരാതെ ഒളിച്ചൊളിച്ച് മാറി നടക്കുവാണ്, അയാൾക്ക് എന്നെ പേടിയാണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഷീഷോ അങ്ങനെയാണ്. ആ സമയം ആ പയ്യനാണെങ്കിൽ യുയിനെയാണ് ഉദ്ദേശിച്ചത്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവൾക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഞാൻ അവളെയല്ല ഉദ്ദേശിച്ചതെന്ന് ചെങ്ങ് പറയുന്നുണ്ട്. ആ പയ്യനാണെങ്കിൽ അപ്പോൾ പിന്നെ നിങ്ങൾ ആരെയാണോ കാണണമെന്ന് ആഗ്രഹിക്കുന്നത് അയാൾ നിങ്ങളുടെ മുന്നിൽ വരുന്നില്ലെങ്കിൽ ഫോഴ്സ് ചെയ്ത് അയാളെ പോയി കാണാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം ചെങ്ങ് എന്നെക്കൊണ്ട് അതിന് പറ്റിയിരുന്നെങ്കിൽ ഞാൻ ഇപ്പം നിൻ്റെ അടുത്ത് ഇതിനെക്കുറിച്ച് ചോദിക്കാൻ വരുമായിരുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ പയ്യനാണെങ്കിൽ എങ്കിൽ പിന്നെ ഒരൊറ്റ വഴിയേ ഉള്ളൂ, ഒന്നിൽ അയാൾക്ക് നിങ്ങളെ ശരിക്കും പേടിയുള്ളതുകൊണ്ടായിരിക്കും നിങ്ങളുടെ അടുത്തുനിന്ന് മാറി കിടക്കുന്നത്, അല്ലെങ്കിൽ അയാൾ എന്തോ കള്ളത്തരം കാണിക്കുന്നുണ്ടെന്ന് പറയാണ്. അടുത്ത് കാണിക്കുന്നത് ചെങ്യുവിൻ്റെ അസിസ്റ്റൻ്റ് ആണെങ്കിൽ ഇപ്പം ചെങ്യു പറഞ്ഞു വിട്ടതുകൊണ്ട് തന്നെ നമ്മുടെ ജിയാങ്ങിൻ്റെ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ജിയാങ്ങിനെ മീറ്റ് ചെയ്തിട്ട് അവൻ്റെ അടുത്ത് പറയുന്നുണ്ട്, കഴിഞ്ഞ മാസം ചെങ്യുവിന് കൊടുത്ത ഒരു മരുന്ന് തീർന്നു, അത് വാങ്ങിക്കാനായിട്ടാണ് ഞാൻ വന്നതെന്ന്. ആ സമയം ജിയാങ് പറയുന്നുണ്ട്, ആ മരുന്ന് എല്ലാ ഫാർമസിയിലും കിട്ടും, ഇത്രയും ദൂരം വരേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. ആ ടൈമിൽ ആ പയ്യൻ പറയുന്നുണ്ട്, ഞാൻ മെയിനായിട്ട് വന്നത് വേറെ സംഭവത്തിനും കൂടെയാണ്, ചെങ്ങിയാണെങ്കിൽ ഈ സ്വീറ്റ്സ് നിങ്ങൾക്ക് തരാൻ പറഞ്ഞു, ഇതും കൂടെ വെച്ചോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു സ്വീറ്റ്സ് അവന് കൊടുക്കുന്നുണ്ട്. ആ ടൈമിന് ജിയാങ്ങിൻ്റെ തൊട്ടടുത്ത് നിന്ന് പയ്യൻ ഞാൻ പോയി മരുന്നെടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. ആ സമയം ജിയാങ്ങാണെങ്കിൽ ചെങ്ങി വന്നില്ലേ എന്നിങ്ങനെ നോക്കിയിട്ട് ആ പയ്യൻ്റെ അടുത്ത് അല്ല അവൻ എന്താ വരാത്തേന്ന് ചോദിക്കുകയാണ്. ആ പയ്യനപ്പോൾ ചെങ്യുവിനെ കാണാനായിട്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാകത്തില്ല എന്ന് കരുതിയിട്ടാണ് ചെങ്ങി വരാത്തേന്ന് പറയുന്നുണ്ട്. ആ സമയം ജിയാങ്ങാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അവനെ കാണരുതെന്ന് ആഗ്രഹിച്ച ടൈമിന് അവൻ കൺമുമ്പിൽ തന്നെ ഉണ്ടായിരുന്നു, ഇപ്പോൾ കാണണമെന്ന് വിചാരിക്കുമ്പോൾ അവനാണെങ്കിൽ ഒരിടത്ത് കാണാൻ പോലും കിട്ടുന്നില്ല എന്ന്. അവനിപ്പോൾ കാണണമെന്ന് ആഗ്രഹിക്കുന്ന മറ്റൊന്നും കൊണ്ടല്ല, നമ്മുടെ ചെങ്ങിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കാനാണ് അവരുടെ പ്ലാൻ അനുസരിച്ച്. ആ സമയം മറ്റേ പയ്യൻ പോയിട്ട് ഇവനുള്ള മരുന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജിയാങ്ങ മരുന്ന് അവന് കൊടുത്തു വിടുന്നുണ്ട്. പോണ സമയത്ത് ആ ഒരു സ്വീറ്റ്സും കൂടെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറയുന്നുണ്ട്. എന്നാൽ ആ പയ്യനാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഞാൻ ഇത് കളഞ്ഞേക്കാന്ന് പറയുന്നുണ്ട്. എന്നാൽ ജിയാങ്ങിന് അത് വിട്ടുകൊടുക്കാനും താല്പര്യമില്ല. അതുകൊണ്ട് ജിയാങ് വേണ്ട കളയണ്ട, ഞാൻ ഇവിടെ വരുന്ന ഏതെങ്കിലും കുട്ടികൾക്ക് അത് കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിച്ചു വെക്കുന്നുണ്ട്. ആ സമയമാണ് ആ പയ്യൻ ഇപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്, ചെങ്ങു ആണെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം കൂടെ പറയാൻ പറഞ്ഞു, അതായത് നിങ്ങളാണെങ്കിൽ ഈ ചെങ്ങിനെ ഒന്ന് സൂക്ഷിക്കണം, ചെങ്ങ് അത്ര നല്ലവനല്ല എന്ന്. ആ സമയം ജിയാങ് എന്താ അങ്ങനെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ആ പയ്യൻ അത് പിന്നെ ചെങ്ങിയും ചെങ്ങും തമ്മിൽ വലിയൊരു അടി തന്നെ ഉണ്ട്, അതിൻ്റെ കഥയൊന്നും നിങ്ങൾക്ക് അറിയത്തില്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ജിയാങ് ആണെങ്കിൽ ഇവരെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് നോക്കിയിരുന്നത് പോലും. ഇപ്പോൾ ഓരോന്നായിട്ട് കേൾക്കുമ്പോഴത്തേക്കും അവനാണെങ്കിൽ എക്സൈറ്റ്മെൻറ്റ് കൂടിയിട്ട് എന്തുവാ പറഞ്ഞു തരാനായിട്ട് പറയുന്നുണ്ട്. എന്നാൽ ആ പയ്യന് മനസ്സിലാവുന്നുണ്ട് ഇതാണെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടാണ് ജിയാങ് നിൽക്കുന്നതെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ ബിസിയാണ്, പിന്നെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് അവൻ പോകുന്നുണ്ട്. ജിയാങ് ആണെങ്കിൽ ഒന്ന് പറഞ്ഞിട്ട് പോടാന്നൊക്കെ പറയാണ്. എന്നാൽ ചെക്കൻ മൈൻഡ് പോലും ചെയ്യുന്നില്ല. അങ്ങനെ അവൻ പോയി കഴിയുന്നതും അവൻ കൊണ്ടുവന്ന ആ ഒരു സ്വീറ്റ്സ് ആക്ച്വലി ജിയാങ്ങിന് നല്ല ഇഷ്ടമുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ ജിയാങ് അത് കഴിക്കാനായിട്ട് എടുക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം ജിയാങ് ആണെങ്കിൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്നതാണ്. എന്നാൽ അവിടെ തൊട്ടടുത്ത് തന്നെ ചെങ്ങിരിപ്പുണ്ടായിരുന്നു. ചെങ്ങാണെങ്കിൽ ജിയാങ്ങിൻ്റെ അടുത്ത് നിന്ന് എവിടെയാണ് ഷീഷിയോങ് പോയതെന്ന് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. അത് മനസ്സിലായതുകൊണ്ട് തന്നെ ജിയാങ് അവനെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. അങ്ങനെ എല്ലാ പേഷ്യൻസിനെയും ട്രീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവൻ പറയുന്നുണ്ട്, നിനക്ക് എന്താ വേണ്ടേ, ഇവിടെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല, കാരണം ഷീഷിയോങ് എവിടെയാണെന്ന് എനിക്ക് അറിയത്തില്ല, പോകാൻ നോക്കാൻ.
പക്ഷേ ചെങ്ങിന് ഇവന് ഡൗട്ടുള്ളതുകൊണ്ട് തന്നെ ചെങ്ങുണ്ണ ഇവൻ്റെ അടുത്ത് ഒരു കാര്യം ചെയ്യാം, നമുക്ക് അവൻ തിരിച്ചു വരുന്നതിന് മുമ്പേ ഇൻറ്റിമേറ്റ് ആവാം എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ടെൻഷനായിട്ട് അവൻ വീട്ടിൽ പോയി എന്നൊറ്റയടിക്ക് അവൻ സത്യം തുറന്ന് പറയുന്നുണ്ട്. അങ്ങനെ ചെങ്ങാണെങ്കിൽ താങ്ക് യു എന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ നേരെ നമ്മുടെ ഷീഷോങ്ങിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. ഷീഷോങ്ങിനെ കാണിക്കുന്ന സമയത്ത് ഇവനിപ്പോൾ അവൻ്റെ റൂമിലിരിക്കുകയാണ്. അവിടെ ഇരുന്നിട്ട് അവൻ്റെ ഫോണിൽ ഈ പയ്യന്മാർ തമ്മിൽ ഇൻറ്റിമേറ്റ് ആവുന്ന വീഡിയോസ് ഉണ്ടല്ലോ, അതെന്തോ ഗൂഗിളിൽ നിന്ന് എടുത്തിട്ട് കാണാനായിട്ട് ഇരിക്കുന്നുണ്ട്. ഇവനിത് പ്ലേ ചെയ്ത് നോക്കണമെന്നുണ്ട്. എന്നാൽ അതേസമയം ഇത് ഇതിനുമ്പോൾ അവൻ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഇവൻ എടുക്കാൻ ഒരു മടിയുമുണ്ട്. എന്തായാലും അത് ഓപ്പൺ ചെയ്തേക്കാന്ന് കരുതിയിട്ട് പേടിച്ച് അത് ക്ലിക്ക് ചെയ്യാനായിട്ട് പോവാണ്. ഇതേസമയം ചെങ്ങിനെ കാണിക്കുമ്പോൾ അവനവിടെ ഷീഷോങ്ങിൻ്റെ വീട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ചെങ്ങിനെ കാണുമ്പോൾ ഷീഷോങ്ങിൻ്റെ അമ്മ നീ ആരാന്ന് ചോദിക്കുകയാണ്. ആ സമയം ഞാനിതുപോലെ ഷീഷോങ്ങിൻ്റെ ഫ്രണ്ടാണ്, എൻ്റെ പേര് ചെങ്ങാണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അമ്മയാണെങ്കിൽ ആ ഓക്കെ നീ കയറി വാ, അവൻ ഒരാഴ്ചയായിട്ട് ഇവിടെ വീട്ടിൽ തന്നെയാണുള്ളത്, അവന് വയ്യായിരുന്നു, അതുകൊണ്ട് തന്നെ അവൻ റൂമിൽ നിന്ന് പുറത്തേക്കേ ഇറങ്ങുന്നില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വീണ്ടും അടുത്ത് ഷീഷോങ്ങിനെ കാണിക്കുമ്പോൾ അവനാണെങ്കിൽ ആ വീഡിയോ പ്ലേ ചെയ്യാനായിട്ട് പോകുമ്പോഴാണ് കറക്റ്റ് അങ്ങോട്ടേ ചെങ്ങ് കയറി വരുന്നത്. ചെങ്ങിനെ കാണുന്നതും ഇവൻ ടെൻഷനായിട്ട് ഫോൺ താഴെ വയ്ക്കുന്നുണ്ട്. എന്നാൽ അവൻ്റെ കൈ തട്ടിയിട്ട് ആ ഒരു വീഡിയോ പ്ലേ ആവുന്നുണ്ട്. ചെങ്ങ് നോക്കുമ്പോഴത്തേക്കും നല്ല അടിപൊളി വീഡിയോ ആണ് അവിടെ പ്ലേ ആയിക്കൊണ്ടിരിക്കുന്നത്. ആ സമയം പെട്ടെന്ന് ഷീഷോങ്ങിന് എന്താ പറയേണ്ടതെന്ന് അറിഞ്ഞൂടാ. ചെങ്ങാണെങ്കിൽ ആഹാ ഇവിടെ ഒറ്റയ്ക്ക് നിന്നിട്ട് സീക്രട്ടായിട്ട് പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കുമായിരുന്നു എന്നിങ്ങനെ ചോദിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ആ ഒരു വീഡിയോ ഓഫാക്കാനായിട്ട് ഷീഷോങ് ശ്രമിക്കുന്നുണ്ട്, എന്നാൽ നടക്കുന്നില്ല. ആ ഫോണാണെങ്കിൽ അവൻ്റെ കയ്യിൽ നിന്ന് അങ്ങ് താഴെ വീഴുന്നുണ്ട്. അതേ ടൈം കൊണ്ട് ചെങ്ങാണെങ്കിൽ പതുക്കെ ബെഡിലേക്ക് കയറി വരുന്നുണ്ടായിരുന്നു. അങ്ങനെ പേടിച്ചിട്ട് ഷീഷോങ് നീ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ചെങ്ങാണെങ്കിൽ നീ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരുന്ന സാധനം നമുക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് ഷീഷോങ് അവൻ്റെ കാലെടുത്ത് ചെങ്ങിൻ്റെ ദേഹത്ത് വെച്ചിട്ട് എൻ്റെ അടുത്തോട്ട് വരരുതെന്ന് പറയുന്നുണ്ട്. എന്നാൽ ചെങ്ങിന് അതൊന്നും കുലുക്കവും ഇല്ല. ഇവൻ്റെ കാലിൽ പിടിച്ചിട്ട് പതുക്കെ ക്ലോസ് ആയി പോകുന്നുണ്ട്. ഇവനാണെങ്കിൽ പാറിപ്പോടാന്ന് പറഞ്ഞിട്ട് അലറി വിളിക്കുന്നുണ്ട്. കറക്റ്റ് ടൈമിന് ഷീഷോങ്ങിൻ്റെ അമ്മ അതെ ഫുഡ് റെഡിയാവുന്നു, രണ്ടുപേരും വാന്ന് പറഞ്ഞിട്ട് അവരെ വിളിക്കുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ ഷീഷോങ് അവൻ്റെ അടുത്ത് നിന്ന് എസ്കേപ്പ് ആവുന്നുണ്ട്. രണ്ടുപേരും നേരെ കിച്ചണിലേക്ക് ചെല്ലാണ്. അവിടെ ചെല്ലുമ്പോഴത്തേക്കും ചെങ്ങാണെങ്കിൽ എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്ന് ഷീഷോങ്ങിൻ്റെ അമ്മയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. എന്നാൽ ഒന്നും വേണ്ടാന്ന് പറയുന്നുണ്ട്. ചെങ്ങപ്പോൾ എന്തോ പറയാനായിട്ട് വരുന്നുണ്ട്. എന്നാൽ അവൻ എന്തെങ്കിലും പണി വരുന്ന രീതിയിൽ എന്തെങ്കിലും പറയുമോ എന്ന് പേടിച്ചിട്ട് ഷീഷോങ് ചെങ്ങിനെ അവിടെ നിന്ന് മാറ്റിക്കൊണ്ട് പോവാണ്. അങ്ങനെ ഇവരുടെ ഫാമിലി ഫോട്ടോയ്ക്ക് ഇരിക്കുന്ന ആ ഒരു സ്ഥലത്ത് എത്തുമ്പോഴത്തേക്കും ആ ഫോട്ടോസ് എല്ലാം തന്നെ ചെങ്ങ് നോക്കുന്നുണ്ട്. അതിലൊരു കുഞ്ഞു കുട്ടിയുടെ ഫോട്ടോ കാണുമ്പോൾ ഇത് നീയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം ഷീഷോങ് അതേന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫോട്ടോയിൽ അവനാണെങ്കിൽ കുഞ്ഞു ഷോർട്സ് പോലത്തെ പാൻറ്റായിരുന്നു ഇട്ടിരുന്നത്. ഇപ്പം അവൻ വീട്ടിൽ നിൽക്കുന്നതുകൊണ്ടും അതുപോലത്തെ ഒരു പാൻറ്റായിരുന്നു ഇട്ടിരുന്നത്. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് ചെങ്ങ് പറയുന്നുണ്ട് നിന്നെ അന്നും ഇന്നും കാണാൻ നല്ല ക്യൂട്ടാണെന്ന്. അങ്ങനെ പറഞ്ഞതിന് ഷീഷോങ് ചെങ്ങിൻ്റെ കയ്യിൽ ഒരു അടിയും കൊടുക്കുന്നുണ്ട്. ആ സമയമാണ് ചെങ്ങ് ഷീഷോങ്ങിൻ്റെ അച്ഛൻ്റെ ഫോട്ടോ കാണുന്നത്. അങ്ങനെ ഇത് എൻ്റെ അച്ഛനാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ, മരിച്ചിട്ട് 16 വർഷമായെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ചെങ്ങ് ഒരുമാതിരി ആവുന്നുണ്ട്. അവനങ്ങനെ ഷീഷോങ്ങിൻ്റെ അടുത്ത് 16 വർഷം നിൻ്റെ അമ്മ നിന്നെ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ടാണ് വളർത്തിയതല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ആ അതെ, അമ്മ അങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടാണ് എനിക്ക് നല്ല പൈസ സമ്പാദിച്ച് അമ്മേനെ നോക്കണമെന്ന് ആഗ്രഹം ഉണ്ടായതും ഞാൻ കുറേ ജോലി ചെയ്യാൻ ശ്രമിച്ചതും. എന്നാൽ ഞാൻ എന്തൊക്കെ തുടങ്ങിയെങ്കിലും അതിൻ്റെ ഇടയിലൊക്കെ കയറി വന്നത് ഒറ്റ ഒരാളാണെന്ന് പറയുമ്പോഴത്തേക്കും ചെങ്ങാണെങ്കിൽ ഒന്ന് ചിരിക്കുന്നുണ്ട്. എന്നിട്ട് ഷീഷോങ്ങിൻ്റെ അടുത്ത് ഇനി നീ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, നിന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഞാൻ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. ആ ടൈമിലാണ് ഷീഷോങ്ങിൻ്റെ അമ്മ ഫുഡ് കഴിക്കാനായിട്ട് വിളിക്കുന്നത്. അങ്ങനെ അവർ കഴിക്കാനായിട്ട് ചെന്നിരിക്കുന്നുണ്ട്. ആ സമയം ഫസ്റ്റ് തന്നെ ഷീഷോങ്ങിൻ്റെ അമ്മ ചെങ്ങിനാണ് ഫുഡ് കൊടുക്കുന്നത്. എങ്ങനെ ഉണ്ടെന്ന് നോക്കുമ്പോഴത്തേക്കും അവൻ കഴിച്ചു നോക്കിയിട്ട് നന്നായിട്ടുണ്ടെന്ന് പറയാണ്. ആ സമയം അവൻ്റെ അമ്മയാണെങ്കിൽ പോയി ഇവന് കഴിക്കാനായിട്ട് റൈസ് എടുത്തിട്ട് വരാൻ പറയുന്നുണ്ട്. അങ്ങനെ ആ ഷീഷോങ്ങിന് താല്പര്യമില്ലെങ്കിലും അവൻ അടുക്കളയിലോട്ട് അത് എടുക്കാനായിട്ട് പോകുന്നുണ്ട്. അവൻ അവിടെയും നോക്കുമ്പോഴത്തേക്കും അവൻ്റെ അമ്മ ചെങ്ങിനെ ഭയങ്കരമായിട്ടാണ് കെയർ ചെയ്യുന്നത്. രണ്ടുപേരും തമ്മിലുള്ള ഇൻട്രാക്ഷനും ഭയങ്കര നന്നായിട്ടാണ് നടക്കുന്നത്. അങ്ങനെ ഷീഷോങ് കിച്ചണിൽ തിരിച്ചു വരുന്നുണ്ട്. അവർ മൂന്നുപേരും ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. ആ ഒരു ടൈമിന് ചെങ്ങ് ശ്രദ്ധിക്കുന്നുണ്ട് ഷീഷോങ്ങിൻ്റെ അമ്മ ഇരിക്കുന്ന ചിക്കനൊന്നും കഴിക്കുന്നില്ല. അങ്ങനെ അതിനെപ്പറ്റി ചോദിക്കുമ്പോഴത്തേക്കും ഷീഷോങ് പറയുന്നുണ്ട് അമ്മയ്ക്ക് കൊളസ്ട്രോൾ ഭയങ്കര കൂടുതലാണ്, അതുകൊണ്ട് അമ്മ കഴിക്കാത്തതെന്ന്. ഷീഷോങ്ങിൻ്റെ അമ്മ ആ സമയം ചെങ്ങിൻ്റെ അടുത്ത് നിനക്കാണെങ്കിൽ ഫുഡ് ഇഷ്ടപ്പെട്ടു എന്ന് മനസ്സിലായി, ഞാനാണെങ്കിൽ ഇത് കുറേ കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്, നാളെ നീ പോകുമ്പോൾ ഞാൻ നിനക്ക് തന്നു വിടാമെന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് ഷീഷോങ് ആണെങ്കിൽ നാളെയോ അവനിപ്പോൾ ഇന്ന് പോകുന്നില്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഷീഷോങ്ങിൻ്റെ അമ്മ അതേ നോക്കി ഇപ്പം തന്നെ വൈകുന്നേരമായി, ഇനിയിപ്പോൾ അങ്ങ് പോകുമ്പോഴത്തേക്കും നല്ല രാത്രിയാവും, അതിനേക്കാളും അവൻ ഇന്നിവിടെ നിൽക്കട്ടെ എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഷീഷോങ്ങിനെ തീരെ ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ ചെങ്ങാണെങ്കിൽ ആ ഓക്കെ എനിക്ക് ഓക്കെ ആണെന്നൊക്കെ പറയുന്നുണ്ട്. പറയുന്ന ടൈമിൽ ആ ഒരു ടേബിളിൻ്റെ അടിയിൽ കൂടെ അവനാണെങ്കിൽ ഷീഷോങ്ങിൻ്റെ കാലിലൊക്കെ പിടിക്കുന്നൊക്കെ ഉണ്ട്. ഷീഷോങ് ആണെങ്കിൽ അവൻ്റെ അമ്മ ഇരിക്കുന്നതുകൊണ്ട് മാത്രമാണ് മര്യാദയ്ക്ക് ഇരിക്കുന്നത്. അങ്ങനെ പിന്നീട് നൈറ്റ് ആകുമ്പോഴത്തേക്കും ഷീഷോങ് ഉറങ്ങാനായിട്ട് ബെഡിൽ കിടക്കുന്നുണ്ട്. ആ സമയം ചെങ്ങ് കുളിച്ചിട്ട് വരുന്നതുകൊണ്ട് നമ്മുടെ ഷീഷോങ്ങിൻ്റെ ഡ്രസ്സ് അവന് ചെറുതാണെന്നും പറയുന്നുണ്ട്. അതും പറഞ്ഞിട്ട് അവനാണെങ്കിൽ ബെഡിലേക്ക് വന്നിരിക്കുമ്പോൾ പെട്ടെന്ന് ഷീഷോങ് ആണെങ്കിൽ കാല് വെച്ചിട്ട് അവനെ തടഞ്ഞിട്ട് നീ താഴെ കിടക്ക്, ഞാൻ ഇവിടെ കിടന്നോളാം എന്ന് പറയുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് അവനാണെങ്കിൽ ഞാൻ നിൻ്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഉടനെ തന്നെ ഷീഷോങ്ങിൻ്റെ അമ്മേനെ വിളിക്കാനായി തുടങ്ങുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് ഷീഷോങ് അവനെ പിടിച്ച് അവൻ്റെ വാ മൂടി വെച്ചിട്ട് മിണ്ടാതിരുന്നോളൂ എന്ന് പറയുന്നുണ്ട്. എന്നാൽ ചെങ്ങ് ശ്രമിച്ചാൽ അവൻ എന്ത് വേണോ ചെയ്യാമെന്നും അവനറിയാം. അതുകൊണ്ട് തന്നെ പേടിച്ചിട്ട്
നീ ജയിച്ചു, നീ തന്നെ ഈ ബെഡ് എടുത്തോ, ഞാൻ താഴെ കിടക്കാമെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ താഴെ ചെന്ന് കിടക്കുന്നതുകൊണ്ട് ചെങ്ങാണെങ്കിൽ ബെഡിൽ കിടക്കുകയും ചെയ്യാണ്. ചെങ്ങ് കുളിച്ചിട്ട് വന്നതുകൊണ്ട് തന്നെ കിടക്കുന്നതിന് മുന്നേ ആയിട്ട് അവൻ്റെ മുടി ഡ്രൈ ചെയ്യുന്നുണ്ട്. ആ ഒരു ടൈമിന് അവനെ കാണാൻ ഭയങ്കര ലുക്ക് ഉണ്ടല്ലോ എന്നൊരു തോന്നല്. ശീശോങ്ങ് അവനെ തന്നെ നോക്കിക്കൊണ്ട് കിടക്കാണ്. കുറച്ച് സമയം കഴിയുമ്പോഴാണ് ആൾ റിയാലിറ്റിയിലോട്ട് തിരിച്ചു വരുന്നത്. അങ്ങനെ ഞാനെന്തിനാ ഇവനെ നോക്കുന്നത് എന്നിങ്ങനെ ആലോചിച്ചിട്ട് അവൻ തിരിഞ്ഞു കിടക്കുന്നുണ്ട്. ചെങ്ങാണെങ്കിൽ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. കാരണം അവനും ചെറുതായിട്ടും ചിരിക്കുന്നുണ്ട്. എന്നിട്ട് ചെങ്ങ് ഉറങ്ങാനായിട്ട് കിടക്കാണ്. കുറച്ച് ടൈം കഴിയുന്നുണ്ട്. നമ്മുടെ ശീശോങ്ങനെ ഉറങ്ങാൻ പറ്റുന്നില്ല. തറയിൽ കിടന്നിട്ട് അവന് ഭയങ്കര ബുദ്ധിമുട്ട്. ഇത് ശ്രദ്ധിച്ചിട്ട് ചെങ്ങാണെങ്കിൽ എന്താ അവിടെ ഭയങ്കര കട്ടിയാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവനാണെങ്കിൽ അതേന്ന് പറയുന്നുണ്ട്. അങ്ങനെ ശീശോങ്ങിൻ്റെ അടുത്ത് ശരി എന്നാൽ നീ ബെഡിൽ വന്ന് കിടക്ക്, ഞാനിവിടെ കിടക്കാന്ന് പറഞ്ഞിട്ട് അവൻ എഴുന്നേൽക്കുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് അവൻ എന്തെങ്കിലും ചെയ്യുമെന്ന് എഴുതിയിട്ട് ശീശോങ്ങ് പേടിക്കുമ്പോൾ നീ ഫുൾ ടൈം ഫോണിൻ്റെ അകത്ത് വല്ല ഇൻറ്റിമേറ്റ് ആവുന്ന വീഡിയോസും കണ്ടുകൊണ്ടിരുന്നിട്ട് നീ ആണെങ്കിൽ ഇപ്പോൾ വല്ലതൊക്കെ ആലോചിച്ച് കൂട്ടുകയാണല്ലേ എന്ന് പറഞ്ഞിട്ട് അവൻ താഴ്ചന്ന് കിടക്കുന്നുണ്ട്. ശീശോങ്ങ് ബെഡിൽ കിടക്കുന്നുണ്ട്. ബെഡ് കിട്ടിയതിൽ ശീശോങ്ങ് ഭയങ്കര ഹാപ്പിയാണ്. ഉറങ്ങുന്നതിന് മുന്നേ ആയിട്ട് ചെങ്ങ് താഴെ കിടക്കുന്നത് അവൻ ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം നമ്മുടെ ശീശോങ്ങിൻ്റെ അമ്മ ചെങ്ങിനെ ഒന്ന് കറങ്ങാനായിട്ടൊക്കെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെയുള്ള പൂക്കളുടെ തോട്ടം അങ്ങോട്ടൊക്കെ ഉള്ള ഒരു ഏരിയയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചെങ്ങിനെ സൈക്കിളിലിരുത്തിയിട്ട് ശീശോങ്ങാണ് സൈക്കിൾ ചവിട്ടുന്നത്. സൈക്കിൾ ചവിട്ടുന്ന കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ലൈസൻസ് ഉള്ള ആളാന്നൊരു തോന്നിപ്പോകും. കാരണം അത്ര അടിപൊളിയായിട്ടാണ് ചവിട്ടുന്നത്. അവൻ്റെ ചവിട്ട് കണ്ടിട്ട് ചെങ്ങ് വരെ ചോദിച്ചു പോകുന്നുണ്ട്, നിനക്ക് സൈക്കിൾ ഓട്ടിക്കാൻ ശരിക്കും അറിയാമോന്ന്. അത് ചോദിക്കുന്ന ടൈമിൽ തന്നെ രണ്ടും കൂടെ മറങ്ങടിച്ച് വിടാനും പോകുന്നുണ്ട്. അങ്ങനെ ചെങ്ങ് ശരി നീ കയറി ഞാൻ ഓട്ടിക്കാമെന്ന് പറഞ്ഞിട്ട് അവനെ സൈക്കിളിരുത്തി കൊണ്ടുപോകുന്ന ടൈമിൽ ചെങ്ങ് ചോദിക്കുന്നുണ്ട്, നീ എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് പബ്ലിക്കായിട്ട് എല്ലാവരെയും മുന്നിൽ വെച്ച് ഈ ഒരു ചോളപ്പാടത്തിൻ്റെ അവിടെ വെച്ചിട്ട് ഇൻറ്റിമേറ്റ് ആവാൻ വേണ്ടിയിട്ടാണോ എന്നിങ്ങനെ. ആ സമയം നീയുമായിട്ട് അതിനെ ആരാടെ ഇൻറ്റിമേറ്റ് ആകുന്നത്, നീ മിണ്ടരുത്, മര്യാദയ്ക്ക് സൈക്കിൾ ചവിട്ടി പോകാനായിട്ട് പറഞ്ഞിട്ട് അവനെയും കൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ എത്തേണ്ട സ്ഥലം എത്തുമ്പോഴത്തേക്കും ശീശോങ്ങ് ഇവിടെ തന്നെയാണെന്ന് പറഞ്ഞിട്ട് ചെങ്ങിനെയും വിളിച്ച് ചോളപ്പാടത്തിൻ്റെ ഇടയിൽ കൂടെ കൊണ്ടുപോകുന്നുണ്ട്. അവിടെ ഇടയിലാണെങ്കിൽ ഇരിക്കാനായിട്ടൊരു സ്പേസ് ഒക്കെ ഉണ്ട്. അവനാണെങ്കിൽ കിളീനെ പിടിക്കാനായിട്ട് ഒരു ട്രാപ്പും വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നൊരു കിളീനെയും കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കാണുമ്പോൾ ചെങ്ങാണെങ്കിൽ പഴയ കാലത്തെ ആൾക്കാർ എങ്ങനെയാണോ കിളീനെ പിടിച്ചുകൊണ്ടിരുന്നത് ആ ട്രിക്കാണോ നീ ഇപ്പോഴും യൂസ് ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ശീശുവാണെങ്കിൽ നിനക്കറിയത്തില്ല, ഇവിടെ ഒത്തിരി കിളികളുണ്ട്. അതാണെങ്കിൽ എൻ്റെ വീട്ടിൽ കറക്റ്റ് എൻ്റെ റൂമിൽ തന്നെ കയറി വരും. ഇതിലേക്ക് പിടിക്കാനായിട്ട് ഞാൻ എന്തുമാത്രം ശ്രമിക്കുന്നതെന്നറിയാവോ? നിൻ്റെ വീട്ടിൽ പാമ്പുകളുള്ളതല്ലേ, അപ്പോൾ പിന്നെ ഒരു കിളീനെ എങ്ങനെ പിടിക്കേണ്ടത് നിനക്കറിയത്തില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും അവിടെ കൂടെ പറന്നു പോയ ഒരു കിളീനെ പെട്ടെന്ന് കൈ കൊണ്ട് ചെങ്ങ് പിടിക്കുന്നുണ്ട്. ചെങ്ങ് എന്നിട്ട് ഇത് എനിക്ക് ഇങ്ങനെ പിടിക്കാനേ അറിയാവൂന്ന് പറഞ്ഞിട്ട് ആ ഒരു കിളീനെ നമ്മുടെ ശീശോങ്ങനെ കൈ ഇരിക്കുന്ന കൂട്ടിൻ്റെ അകത്തേക്ക് കയറ്റി വിടുന്നുണ്ട്. അതിനുശേഷം അവരവിടെ ഒരു ചെറിയൊരു ബെഞ്ചിലിരിക്കുകയാണ്. അവിടെ ഇരിക്കുന്ന ടൈമിൽ ഈ കാണുന്ന മൊത്തം ഞങ്ങളുടെ ഫാമിലിയുടെയാണ്. പിന്നെ ഈ ഒരു ചോളം ഇതാണെങ്കിൽ മൊത്തത്തിൽ വിളങ്ങിയിട്ടില്ല, എന്നാലും നമുക്ക് വേണമെങ്കിൽ ഇത് കുക്ക് ചെയ്ത് കഴിക്കാം, നല്ല ടേസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് ആ ഒരു കടി അടിച്ച് കഴിക്കുന്നുണ്ട്. എന്നിട്ട് ശീശോങ്ങാണെങ്കിൽ ചെങ്ങിൻ്റെ അടുത്തും കഴിച്ചു നോക്കാനായിട്ട് പറയുന്നുണ്ട്. എന്നാൽ ചെങ്ങ് ആ ചോളം കഴിക്കുന്നതിന് വരെ നമ്മുടെ ശീശോങ്ങിനെ കിസ് ചെയ്യാനാണ് വരുന്നത്. ശീശോങ് പക്ഷേ പെട്ടെന്ന് നീങ്ങി മാറുന്നുണ്ട്. ആ സമയം ചെങ്ങാണെങ്കിൽ നിൻ്റെ അമ്മയ്ക്ക് നിൻ്റെ ജോലി പോയ കാര്യം ഇതുവരെ അറിയത്തില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ശീശോങ് നീ മിണ്ടരുത്, നീ അതിനെക്കുറിച്ച് അമ്മയുടെ അടുത്ത് പറയരുതെന്ന് പറയുമ്പോഴത്തേക്കും നീ എന്നെ കിസ് ചെയ്യാൻ സമയം ചെങ്ങ നിൻ്റെ അമ്മയുടെ അടുത്ത് പറയത്തില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അതും പറഞ്ഞിട്ട് അവനാണെങ്കിൽ ശീശോങ്ങിനെ അവിടെ വെച്ച് കിസ് ചെയ്യാണ്. കുറച്ച് കഴിഞ്ഞിട്ട് ശീശോങ് തിരിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട്. ആ സമയം അവൻ്റെ അമ്മ ചെങ്ങ് പോയെന്ന് ചോദിക്കുമ്പോൾ അവൻ പോയി എന്ന് പറയുന്നുണ്ട്. ആ സമയം ശീശോങ് നോക്കുമ്പോഴത്തേക്കും അവിടെ ഇഷ്ടംപോലെ സാധനങ്ങൾ ഇരിക്കുന്നു. അങ്ങനെ അവൻ്റെ അമ്മയുടെ അടുത്ത് ഇതൊക്കെ എവിടെ നിന്നാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവൻ്റെ അമ്മയാണെങ്കിൽ ഇതൊക്കെ ചെങ്ങ് തന്നെ അയച്ചു തന്നെയാണ്, അവൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ ഇങ്ങോട്ടേക്ക് വന്നത് വെറും കൈയോടെ അല്ലേ, അതുകൊണ്ട് അവൻ പോകുന്ന ടൈമിന് നമുക്കിത് അയച്ചു തരാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാരെ ഏൽപ്പിച്ചിട്ടാണ് പോയത്, നല്ലൊരു പയ്യനല്ലേ അവൻ എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ശീശോങ് ആണെങ്കിൽ ആ കുഴപ്പമില്ല എന്ന രീതിയിൽ നിൽക്കുന്നുണ്ട്. അതേ ടൈമിന് ശീശോങ്ങിൻ്റെ അമ്മ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, നീയാണെങ്കിൽ ചെങ്ങുമായിട്ട് അത്ര ക്ലോസ് ആവണ്ടാന്ന്. ആ സമയം ശീശോങ്ങ് അതെന്താ അവൻ നല്ല പയ്യനാണെന്ന് അമ്മയല്ലേ ഇപ്പോൾ പറഞ്ഞെന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവൻ്റെ അമ്മയാണെങ്കിൽ അത് പിന്നെ നീ അവൻ്റെ ഫ്രണ്ട് ആയിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നിന്നെ ആരും പ്രേമിക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറയാൻ കാരണം ചെങ്ങിനെയും ശീശോങ്ങിനെയും ഇപ്പോൾ ഒരുമിച്ച് വെച്ച് നോക്കുവാണെങ്കിൽ ആൾക്കാർ പെട്ടെന്ന് ശ്രദ്ധിക്കുക ചെങ്ങിനെയായിരിക്കും. കാരണം നല്ല ലുക്കുണ്ട്, ഭയങ്കര റിച്ചുമാണ്. സോ ശീശോങ്ങിന് പെൺകുട്ടികളെയൊന്നും കിട്ടത്തില്ല, അത് ഉദ്ദേശിച്ചിട്ടാണ് അവൻ്റെ അമ്മ ഇപ്പോൾ അങ്ങനെ പറഞ്ഞേക്കുന്നത്. അത് ശീശോങ്ങിന് മനസ്സിലാവുന്നുണ്ട്. പിന്നീട് അന്ന് നൈറ്റ് തന്നെ ശീശോങ് തിരിച്ച് നമ്മുടെ ജിയാങ്ങിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ശീശോങ്ങിനെ കാണുമ്പോൾ ജിയാങ് നീ ഇപ്പോൾ ഓക്കെ ആണെന്ന് നോക്കിയപ്പോൾ എന്നെ കണ്ടിട്ട് എന്ത് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഗുഡ് നൈറ്റും പറഞ്ഞ് അവൻ അടിച്ച് പൊളിച്ച് റൂമിലേക്ക് കയറി പോകുന്നുണ്ട്. അവനെ കാണുന്നതിൽ ജിയാങ് ഭയങ്കര ഹാപ്പി ആവുന്നുണ്ടായിരുന്നു. എന്നാൽ പെട്ടെന്നാണ് ശീശോങ് അവൻ്റെ റൂമിൽ നിന്ന് എന്തുവാ ഇത് എന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങി വരുന്നത്. ജിയാങ് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ശീശോങ് ആണെങ്കിൽ എൻ്റെ മുട്ടായിയൊക്കെ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതാണ് ഷിയാങ്ങിനെ ദേഷ്യം പിടിപ്പിക്കാനും അവനെ തൻ്റെ അടുത്തേക്ക് എത്തിക്കാനും വേണ്ടിയിട്ട് മനഃപൂർവ്വം ചെങ്ങാണെങ്കിൽ അവൻ്റെ മുട്ടായി എടുത്തുകൊണ്ട് പോകുന്നത്. അങ്ങനെ ജിയാങ് ആണെങ്കിൽ അവൻ നിൻ്റെ മുട്ടായി കൊണ്ടുപോയി, നീയാണെങ്കിൽ അവൻ്റെ അടുത്തേക്ക് ചെല്ലുമെന്ന് ഉറപ്പിച്ചിട്ട് തന്നെ അവൻ കൊണ്ടുപോയതാണെന്ന്
എന്ന് പറയുന്നുണ്ട്. ഉടനെ തന്നെ ഷീഷാങ്ങാണെങ്കിൽ ചെങ്ങിന് ഒരു വോയിസ് മെസ്സേജ് ഇടുന്നുണ്ട്. അതായത് നീ എന്തിനാണ് എന്നെ എല്ലാ മുട്ടായി എടുത്തുകൊണ്ട് പോയത്, ഒരെണ്ണമെങ്കിലും എനിക്ക് വേണ്ടിയിട്ട് നിനക്ക് ബാക്കി വെച്ചുകൂടായിരുന്നു എന്ന്. ഉടനെ തന്നെ അതിന് റിപ്ലൈ ആയിട്ട് ചെങ്ങ് ആ മുട്ടായി എല്ലാം ഞാൻ എൻ്റെ ഗേൾ ഫ്രണ്ടിന് കൊടുത്തു എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്നതും ഷീഷിയാങ്ങിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. അവനാണെങ്കിൽ ജിയാങ്ങിൻ്റെ അടുത്ത് ജിയാങ് എനിക്ക് വേണ്ടിയിട്ട് നല്ലൊരു അടിപൊളി ഡ്രസ്സ് റെഡിയാക്കി വെച്ചേക്ക്, നാളെ ഞാൻ അവനെ വളച്ചിരിക്കും, ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ പേര് മാറ്റുമെന്ന് പറഞ്ഞിട്ട് വാശിക്ക് തന്നെ നിൽക്കുകയാണ്. പിറ്റേ ദിവസം എപ്പോഴും ബാസ്കറ്റ് ബോൾ കളിക്കാനായിട്ട് ചെങ്ങ് പോകുന്ന ആ ഒരു സ്ഥലത്ത് അവൻ എത്താറാവുന്ന ടൈം ആകുമ്പോഴത്തേക്കും ഇവനും എത്തുന്നുണ്ട്. ചെങ്ങിനെ ഇമ്പ്രസ് ചെയ്യാൻ കണക്കിന് ഓരോരോ ഷോട്ടൊക്കെ ഇടാൻ കണക്കിന് എങ്ങനെ പന്തെറിയണം എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചെങ്ങ് കയറി വരുന്നതും ഭയങ്കര സ്റ്റൈലിൽ പന്തൊക്കെ ഇടാനായിട്ട് അതിൽ തൂങ്ങി പിടിച്ച് നിൽക്കുന്നുണ്ട്. ചെന്ന് വീഴുന്നുമുണ്ട്, എന്നാൽ താഴെ വീഴുന്നില്ല. അതിന് മുന്നേ അവനെ വന്നിട്ട് ചെങ്ങാണെങ്കിൽ പിടിക്കുന്നുണ്ട്. ആ സമയം ശീശു അങ്ങ് താഴെ ഇറക്കട എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. എന്നാൽ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് അവനെ താഴെ ഇറക്കുന്നത്. അങ്ങനെ അവർ പിന്നെ സീറ്റിൽ ചെന്നിരിക്കുമ്പോഴത്തേക്കും ചെങ്ങാണെങ്കിൽ നിനക്കാണെങ്കിൽ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചില്ലെങ്കിൽ തീരെ സമാധാനമാവത്തില്ലല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ശീശു അങ്ങ് ആ സമയം കഴിക്കാനായിട്ട് ബാഗിൽ നിന്ന് ഫുഡ് എടുക്കുകയാണ്. ചെങ്ങപ്പോൾ എനിക്ക് വേണ്ടിയിട്ടാണെന്നിങ്ങനെ ചോദിച്ച് വാങ്ങാൻ പോകുമ്പോഴത്തേക്കും ശീശു അങ്ങ് അല്ല ഇതെൻ്റെ അമ്മ എനിക്ക് വേണ്ടി തന്നു വിട്ടാന്ന് പറഞ്ഞിട്ട് ആ ഫുഡ് തിരിച്ച് വാങ്ങുവാണ്. ആ സമയമാണ് യു ചെങ്ങിനെ കോൾ ചെയ്യുന്നത്. ചെങ്ങ് അങ്ങനെ കോൾ അറ്റൻഡ് ചെയ്ത് യുവിൻ്റെ അടുത്ത് സംസാരിക്കുന്ന ടൈമിൽ അവരെന്താണ് സംസാരിക്കുന്നതെന്ന് അറിയാനായിട്ട് ചെവിയും ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ ശീശോങ് ഇരിക്കുന്നുണ്ട്. യുയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ പോകാമെന്നാണ് പറയുന്നത്. എന്നാൽ പെട്ടെന്ന് ശീശോങ് ആണെങ്കിൽ അയ്യോ എൻ്റെ തലവേദനിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കിടന്ന് നല്ല ബഹളം ഉണ്ടാക്കുന്നുണ്ട്. മനഃപൂർവ്വം കാണിച്ച് കൂട്ടുന്നതാണെന്ന് നമ്മുടെ ചെങ്ങിനും മനസ്സിലാവുന്നുണ്ട്. അതിനുശേഷം വീണ്ടും യുവിൻ്റെ അടുത്ത് സംസാരിക്കാൻ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ചെങ്ങ് അറിയാതെ ചെങ്ങിൻ്റെയും ഇവൻ്റെയും പാൻറ്റിൽ വരുന്ന പാൻറ്റ് ടൈറ്റ് ആക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ലേസ് ഉണ്ടല്ലോ അത് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് കെട്ടി വെക്കുകയാണ്. എന്നിട്ട് അയ്യോ എനിക്ക് തലവേദനിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ്റെ മടിയിലേക്ക് ചെന്ന് കിടക്കുന്നുണ്ട്. അപ്പോഴും ചെങ്ങിന് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് ഇവൻ മനഃപൂർവ്വം കിടന്ന് അഭിനയിക്കുകയാണെന്ന്. ചെങ്ങാ സമയം അവനെ കിസ് ചെയ്യാൻ വരുന്നുണ്ട്, എന്നാൽ അതിനവ സമ്മതിക്കുന്നില്ല. അങ്ങനെ ചെങ്ങാണെങ്കിൽ യുയുമായിട്ടുള്ള കോള് കട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് എഴുന്നേറ്റ് പോകാൻ നിൽക്കുമ്പോഴാണ് അവരുടെ രണ്ടൊരു പാൻറ്റിൻ്റെ ലേസ് ഒരുമിച്ച് കെട്ടി വെച്ചുകൊണ്ട് തന്നെ അവന് അവിടെ നിന്ന് പോകാൻ പറ്റുന്നില്ല. ആ സമയം ശീശോങ്ങ് അയ്യോ ഇതാരെ കെട്ടി വെച്ചാൽ ഇതെന്താ പറ്റിയെന്നിങ്ങനെ ഭയങ്കരമായിട്ട് അഭിനയിക്കുന്നുണ്ട്. എന്നാൽ ചെങ്ങാണെങ്കിൽ നിന്നെ പോലെ ഒരുത്തനെ ഞാൻ മുമ്പേ കണ്ടിട്ടേ ഇല്ല എന്ന് പറയുന്നുണ്ട്. കാരണം അവൻ അറിയാം ഇതെല്ലാം മനഃപൂർവ്വം ഒപ്പിച്ച് വെച്ചാണെന്ന്. ആ സമയം ശീശോങ്ങ് അവൻ്റെ തോളിൽ കൂടെ കൈയിട്ടിട്ട് ഒരു കാര്യം ചെയ്യാം നമുക്കാണെങ്കിൽ ഇന്ന് മൊത്തം ഇങ്ങനെ തന്നെ നിന്നാലോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ചെങ്ങാണെങ്കിൽ എൻ്റെ ഗേൾ ഫ്രണ്ട് എന്നെ ഫുഡ് കഴിക്കാനായിട്ട് വിളിച്ചു, എനിക്ക് വിശക്കുന്നുണ്ടെന്ന് പറയുന്നതും യുവിയുടെ അടുത്തേക്ക് അവനെ വിടാതിരിക്കാനായിട്ട് നിനക്ക് ഞാൻ ഫുഡ് വാങ്ങിച്ചതാന്ന് പറഞ്ഞിട്ട് അവനെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. ഷീഷിയാങ്ങിന് അറിയാമെന്നുള്ളൊരു കടയിലേക്ക് തന്നെയാണ് അവനെ കൊണ്ടുപോകുന്നത്. അവിടെ കൊണ്ടുപോയിട്ട് അവിടെ ഫുഡ് ഓർഡർ ചെയ്യുന്നുണ്ട്. ഓർഡർ ചെയ്യുന്ന ടൈമിന് ആ ലേഡിക്ക് നമ്മുടെ ഷീഷിയാങ്ങിനെ നേരത്തെ അറിയാം, പക്ഷേ ചെങ്ങിനെ അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഇത് നിൻ്റെ ഫ്രണ്ടാണെന്ന് ചോദിക്കുമ്പോൾ അതേന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ ലേഡി പോയി കഴിക്കുന്നതും ചെങ്ങാണെങ്കിൽ ഞാൻ നിൻ്റെ ഫ്രണ്ടാണോ, ഞാൻ നിൻ്റെ ഫ്രണ്ട് മാത്രമാണോ, സത്യം പറയണമെന്ന് പറഞ്ഞിട്ട് അവനെ പിടിച്ചു വയ്ക്കുന്നുണ്ട്. ഷീഷോങ് അപ്പോൾ എന്നെ ഒന്ന് വിടാൻ പറയുമ്പോഴത്തേക്കും എനിക്ക് കുടിക്കാനായിട്ട് വെള്ളം വേണമെന്ന് ചെങ്ങ് പറയുന്നുണ്ട്. ആ സമയം ഷീഷോങ് ആണെങ്കിൽ ഇതേ അവിടെ ഐസ് കട്ടയൊക്കെ ഇരിക്കുന്നുണ്ട് വെള്ളത്തിൽ ഇടാനുള്ള, നീ പോയി ഫസ്റ്റ് അതെടുക്കാൻ പറഞ്ഞിട്ട് അവനെ പറഞ്ഞു വിടുന്നുണ്ട്. അവനങ്ങനെ അതെടുക്കാനായിട്ട് പോകുന്ന ടൈമിന് ചെങ്ങിൻ്റെ ഫുഡിൽ ശീശോങ് ആണെങ്കിൽ പരമാവധി എരിയൊക്കെ എടുത്തിടുന്നുണ്ട്. ചെങ്ങ് തിരിച്ചു വരുമ്പോഴത്തേക്കും അവൻ ഇത്ര എരി ഇടുന്ന കാണുമ്പോഴത്തേക്കും ഞാനാണെങ്കിൽ സ്പൈസി ഫുഡ് കഴിക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ശീശോങ് ആണെങ്കിൽ ഈ ഫുഡ് പക്ഷേ ഇങ്ങനെ എരിവുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്, ഞാൻ ഗ്യാരണ്ടി എരിവാ നീ കഴിക്കാനായിട്ട് പറഞ്ഞിട്ട് അവനെ കൊണ്ട് കഴിപ്പിക്കുന്നുണ്ട്. അവനാണെങ്കിൽ ഈ ഫുഡ് ഇഷ്ടപ്പെടുന്നുണ്ട്, എന്നാൽ അവന് എരി കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. എന്നാലും ശീശോങ് കൊടുത്തതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ അതൊന്നും പുറത്ത് കാണിക്കുന്നില്ല. ചെങ്ങ് ഒന്നും പറയാതിരുന്ന് കഴിക്കുന്നുണ്ട്. ശീശോങ് ആണെങ്കിൽ അവനെ നോക്കുന്നുണ്ട്. ആ സമയമാണ് ശീശോങ് ഒരു കാര്യം ആലോചിക്കുന്നത്. അവനാണെങ്കിൽ വീണ്ടും എങ്ങനെയെങ്കിലും യുവിനെ അവനെ ഗേൾ ഫ്രണ്ട് ആക്കാനായിട്ട് ശ്രമിക്കുന്ന ടൈമിന് ആ യുവിനെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അവിടെ വെച്ചിട്ട് യുവി പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ എനിക്കെപ്പോഴും വില കുറഞ്ഞ സാധാ ഫുഡാണ് വാങ്ങിച്ചു തരുന്നത്, സ്ഥിരം ഒരേ ഫുഡാണ് വാങ്ങിച്ചു തരുന്നത്, നീ എപ്പോഴെങ്കിലും എനിക്കാണെങ്കിൽ നല്ലൊരു ഫുഡ് വാങ്ങിച്ച് ട്രീറ്റ് ചെയ്ത് തന്നിട്ടുണ്ടോയെന്ന്. ഇപ്പോൾ അവനാണെങ്കിൽ ഈ ഒരു കാര്യം ഓർക്കുമ്പോഴത്തേക്ക് ഒരുമാതിരി ആവുന്നുണ്ട്. കാരണം അവനിപ്പോൾ ചെങ്ങിനോടും അത് തന്നെയാണ് ചെയ്യുന്നത്. ചെങ്ങിനും അവൻ ഇതുപോലെ സാധാരണ ഫുഡാണ് വാങ്ങിച്ചു കൊടുക്കുന്നത്. എന്നാൽ പെട്ടെന്ന് അവൻ്റെ ഒരു ചിന്ത മാറുന്നുണ്ട്. കാരണം ചെങ്ങാണെങ്കിൽ എരിച്ചിട്ട് ചുമയ്ക്കാനായിട്ട് തുടങ്ങുകയാണ്. അങ്ങനെ പെട്ടെന്ന് ഒരു ഐസായിട്ട് എടുത്ത് അവൻ്റെ വായിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇനി എരി കുറയൂന്ന് പറയുന്നുണ്ട്. അതേ ടൈമിന് തന്നെ ശീശോന് നല്ല ചൂടെടുക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ശീശോങ് അവൻ ഇട്ടേക്കുന്ന ആ ബനിയൻ ചെറുതായിട്ട് പൊക്കിയിട്ട് വീശുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ ആ ഒരു ബോഡിയൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മുടെ ചെങ്ങിൻ്റെ കൺട്രോൾ പോകുന്നുണ്ട്. ചെങ്ങാണെങ്കിൽ മര്യാദയ്ക്ക് ഉടുപ്പ് താത്തിയിട്ട് ഇരിക്കാനായിട്ട് പറയുന്നുണ്ട്. എന്നാൽ ശീശോങ് ആണെങ്കിൽ ഇല്ല എനിക്ക് ചൂടെടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ചെങ്ങിൻ്റെ തലയിൽ കൂടെ എന്തൊക്കെയാണ് ഓടുന്നതെന്ന് മനസ്സിലാക്കാതെ വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അങ്ങനെ സഹിയായിട്ടിട്ട് ചെങ്ങാണെങ്കിൽ നിൻ്റെ ചൂട് ഞാൻ മാറ്റിത്തരാമെന്ന് പറഞ്ഞിട്ട് അവനെ കടയിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ട് പോകുന്നുണ്ട്. നേരെ കാറിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും അവൻ്റെ പാൻറ്റിലേക്ക് അവൻ പിടിക്കുന്നുണ്ട്. ആ സമയം ശീശോങ് അതേ മര്യാദയ്ക്ക് ഇരിക്കുന്നു പറഞ്ഞിട്ട് കാറിൻ്റെ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. എന്നാൽ ചെങ്ങ് ഒന്നും ശ്രദ്ധിക്കുന്നില്ല. ചെങ്ങും കൂടെ കയറിയിട്ട് ഡോറങ്ങ് ക്ലോസ് ചെയ്യാണ്. ആ സമയം ശീശോങ് ഇതേ 2000 രൂപയുടെ പാൻറ്റാണ്, ഇതിലെങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ ഞാൻ വെറുതെ വിടത്തില്ല എന്ന് പറയുമ്പോഴത്തേക്കും ചെങ്ങ് അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അവനാണെങ്കിൽ ശീശോങ്ങിനെ കിസ് ചെയ്യുന്നുണ്ട്. ആ ടൈമിന് മഴ പെയ്യാനും തുടങ്ങുന്നുണ്ട്. എന്നാൽ ശീശോങ് ആണെങ്കിൽ എന്തിനാ നീ എന്നെ ഇങ്ങനെ തൊടുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ചെങ്ങ് നീ തന്നെയല്ലേ ഓരോന്ന് കാണിച്ചു കൂട്ടി നീ നിൻ്റെ അടുത്തേക്ക് എത്തിക്കുന്നത്, എന്നിട്ടിപ്പോൾ നീ എന്നെ തൊടാൻ പോലും സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ശീശോങ് ഇത് തന്നെ പറ്റിയ അവസരമെന്ന് കരുതിയിട്ട് ചെങ്ങിൻ്റെ അടുത്ത് നീ എൻ്റെ ബോയ് ഫ്രണ്ട് അല്ലല്ലോ പിന്നെ ഞാൻ എന്തിനാ നിന്നെ എന്നെ തൊടാൻ സമ്മതിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്.
അതിന് മറുപടി പറയാനായിട്ട് ചെങ്ങിന് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ചെങ്ങ് മിണ്ടാതിരിക്കുന്നുണ്ട്. ശീശോങ്ങ് പിന്നെ മിണ്ടാതിരിക്കുകയാണ്. ശീശോങ്ങ് അപ്പം മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ അവൻ യുയുമായിട്ട് ബ്രേക്കപ്പ് ആവും, തൻ്റെ പ്ലാൻ അനുസരിച്ച് എല്ലാം നടക്കുമെന്ന്. ആ ഒരു ടൈമിന് ചെങ്ങാണെങ്കിൽ ഇന്ന് രാത്രി നീ എൻ്റെ കൂടെ സ്റ്റേ ചെയ്യാനായിട്ട് പറയാണ്. എന്നാൽ ശീശോങ്ങ് അവൻ്റെ മനസ്സിൽ നീ യുയുമായിട്ട് ബ്രേക്കപ്പ് ആവുന്നവരെ ഞാൻ നിൻ്റെ കൂടെ നിൽക്കത്തില്ല എന്നിങ്ങനെ വിചാരിച്ചിട്ട് ഇല്ല ഞാൻ നിൽക്കില്ല എന്ന് അവൻ പറയുവാണ്. അതിന് മറുപടിയായിട്ട് ചെങ്ങിന് എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ലായിരുന്നു. ആ സമയം കൊണ്ട് മഴയാണെന്ന് പോലും നോക്കാതെ ശീശോങ്ങ് ആണെങ്കിൽ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അവൻ പുറത്തിറങ്ങി നിന്നിട്ട് ചെങ്ങിൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, നീയാണെങ്കിൽ ശരിക്കും ഒരു പ്ലേ ബോയ് ആണ്. കാരണം നിനക്കിപ്പോൾ ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിട്ട് പോലും നീയാണെങ്കിൽ എന്നെ വേണമെന്ന് ആഗ്രഹിക്കുന്നില്ലേ, അതുപോലെ തന്നെ യുയും അത്ര നല്ലവളൊന്നുമല്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് അവൻ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. അടുത്ത് കാണിക്കുന്നത് ചെങ്ങുവിനെയാണ്. അവനിപ്പോൾ വീട്ടിൽ ഇരുന്നുകൊണ്ട് ജിയാങ്ങിൻ്റെ ആ ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് എടുത്ത് നോക്കുന്നുണ്ട്. എന്നാൽ ജിയാങ് അവനെ ബ്ലോക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ജിയാങ്ങിൻ്റെ സ്റ്റാറ്റസോ സ്റ്റോറിയോ ഒന്നും തന്നെ അവന് കാണാൻ പറ്റുന്നില്ല. ആ സമയമാണ് അവൻ്റെ അസിസ്റ്റൻറ്റ് അങ്ങോട്ടേക്ക് വരുന്നത്. അസിസ്റ്റൻറ്റ് പറയുന്നുണ്ട്, നിങ്ങളാണെങ്കിൽ ജിയാങ്ങിൻ്റെ ആ ഒരു സോഷ്യൽ മീഡിയ നോക്കിക്കൊണ്ടിരിക്കുകയാണോ, പക്ഷേ ജിയാങ് നിങ്ങളെ ബ്ലോക്ക് ചെയ്തതല്ലേ, പിന്നെ അവൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ അറിയാൻ സാധിക്കും, പക്ഷെ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടും എന്തുകൊണ്ട് എന്നെ ബ്ലോക്ക് ചെയ്തില്ല എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അതേട്ട് ചെങ്ങു നിന്നെ ബ്ലോക്ക് ചെയ്തില്ലേ എന്നിങ്ങനെ പറഞ്ഞിട്ട് അവൻ്റെ ഫോൺ വാങ്ങിച്ചിട്ട് ജിയാങ്ങിൻ്റെ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കുന്നുണ്ട്. ആ സമയം ജിയാങ് ഇട്ടേക്കുന്ന സ്റ്റോറിയൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ ആണെങ്കിൽ നമ്മുടെ ചെങ്ങു അവൻ്റെ അസിസ്റ്റൻറ്റിൻ്റെ കയ്യിൽ നമ്മുടെ ജിയാങ്ങിന് കൊടുക്കാനായിട്ട് കുറച്ച് സ്വീറ്റ്സ് കൊടുത്തു വിട്ടത് നമ്മൾ കണ്ടതാണ്. ആ ഒരു സ്വീറ്റിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഇപ്പോൾ ജിയാങ് ഇതെവിടെ കിട്ടും, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ ഗൈസ് എന്നിങ്ങനെ ചോദിച്ചിട്ട് ഒരു സ്റ്റോറി ഇട്ടൊക്കെയാണ്. ഒരുപക്ഷെ കഴിച്ചപ്പോൾ അവൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. എന്തായാലും ആ ഒരു അസിസ്റ്റൻറ്റിൻ്റെ ഫോൺ വഴി ജിയാങ് ഇങ്ങനെ ഒരു സ്റ്റോറി ഇട്ടേക്കുന്നത് ചെങ്ങുവിന് അറിയാൻ പറ്റുന്നുണ്ട്. ആ സമയം ചെങ്ങുവാണെങ്കിൽ അതിന് റിപ്ലൈ ആയിട്ട് നീ എന്തെങ്കിലും കമൻറ്റ് ഇടാത്തെന്താ എന്ന് അവൻ്റെ അസിസ്റ്റൻ്റ് അടുത്തും ചോദിക്കുന്നുണ്ട്. ആ സമയമാണ് അസിസ്റ്റൻറ്റ് അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ആലോചിച്ചത്, നിങ്ങൾ പറഞ്ഞ പോലെ ഷീഷോങ്ങിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അന്വേഷിച്ചായിരുന്നു. ആക്ച്വലി ഷീഷോങ് സ്ട്രെയിറ്റ് ആണ്, അവൻ ആൺകുട്ടികളെയൊന്നും ഇഷ്ടമല്ല. പിന്നെ അവനാണെങ്കിൽ 3 വർഷമായിട്ടൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആ ഗേൾ ഫ്രണ്ടായിട്ട് അവൻ ബ്രേക്കപ്പ് ആവുകയും ചെയ്തു. ആ ഗേൾ ഫ്രണ്ട് ആരാന്നറിയാമോ, യുയി ആണെന്ന് പറയുന്നുണ്ട്. ആ സമയം ചെങ്ങു യുയിയോ, അതായത് നമ്മുടെ ചെങ്ങിൻ്റെ ഗേൾ ഫ്രണ്ട് അല്ലേ അത് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും അവൻ്റെ അസിസ്റ്റൻറ്റ് അതെ ചെങ്ങിൻ്റെ ഗേൾ ഫ്രണ്ട് തന്നെയെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ചെങ്ങുവിന് ചിരി വരാണ്. കാരണം ഒരു വെറൈറ്റി സംഭവമാണ് അവന് പറയാൻ സാധിച്ചത്, കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവൻ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. കണ്ടിട്ട് ഷീഷുവും അവൻ്റെ എക്സ് ഗേൾ ഫ്രണ്ട് യുയും തമ്മിൽ ചെങ്ങിന് വേണ്ടിയിട്ട് ഒരു അടി നടക്കാൻ പോവാണെന്നോ തോന്നുന്നതെന്ന്. ആ സമയം അവൻ്റെ അസിസ്റ്റൻറ്റും പറയുന്നുണ്ട് കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നതെന്ന്. ആ സമയം ചെങ്ങി പറയുന്നുണ്ട്, മുമ്പത്തെ പോലെ തന്നെ വീണ്ടും ചെങ്ങിനെ പലരും യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ അവനതൊന്നും മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന്. ആ സമയം അസിസ്റ്റന്റ് ചോദിക്കുന്നുണ്ട്, നമ്മളെന്തായാലും ഇപ്പോൾ ഈ കാര്യങ്ങൾ അറിഞ്ഞില്ലേ, നമുക്കിത് ചെങ്ങിനെ അറിയിച്ചാലോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നാൽ ചെങ്ങി ചിരിച്ചിട്ട് വേണ്ട, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ കളിക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ഉണ്ടാകത്തില്ല. ചെങ്ങ് ഫസ്റ്റ് ശീശോവുമായിട്ട് ലവിലാവട്ടെ, എന്നിട്ട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ തുറന്ന് പറയാം, നമുക്ക് എന്താവും നോക്കാമെന്ന് പറയുന്നുണ്ട് അസിസ്റ്റന്റും. അപ്പോൾ എങ്കിൽ പിന്നെ അങ്ങനെ നിങ്ങളുടെ ഇഷ്ടം എന്ന രീതിയിൽ നിൽക്കുന്നുണ്ട്. ആ സമയമാണ് പെട്ടെന്ന് ചെങ്ങുവിൻ്റെ മനസ്സിലൊരു കാര്യം കത്തുന്നത്. അതായത് ഇപ്പോൾ ഷീഷോങ് ഇങ്ങനൊരു പ്ലാനുമായിട്ടാണ് വന്നേക്കുന്നതെന്ന് അവന് മനസ്സിലായി. ജിയാങ്ങും ഷീഷോങ്ങും ഫ്രണ്ട്സും ആണ്. സോ മിക്കവാറും ജിയാങ്ങിനും ഈ പ്ലാനിനെ പറ്റി അറിയായിരിക്കും. രണ്ടുപേരും ഒരുമിച്ചായിരിക്കുമല്ലോ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചിന്തിച്ചിട്ട് ആ ഒരു കാര്യം അവൻ്റെ അസിസ്റ്റന്റിനോട് പറയുന്നുണ്ട്. ആ സമയം അസിസ്റ്റന്റ് അങ്ങനെ ആവാൻ ചാൻസ് ഉണ്ട്, കാരണം ഞാനാണെങ്കിൽ ജിയാങ്ങിന് ആ ഒരു സ്വീറ്റ്സ് കൊടുക്കാൻ ഹോസ്പിറ്റലിൽ പോയ ടൈമിന് അവിടെ 1-2 പേര് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അതായത് ജിയാങ്ങിൻ്റെ ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു എന്ന ആ ഒരു പയ്യനുമായിട്ട് ബ്രേക്കപ്പ് ആയ ശേഷം അതിൻ്റെ വിഷമമൊക്കെ ഒന്ന് മറക്കാനായിട്ടാണ് അവൻ അവൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഇങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ നടത്തി ജോലി ചെയ്യുന്നത്. ഒരുപക്ഷെ ഈ പ്ലാനിലൂടെ ജിയാങ് ആണെങ്കിൽ അവൻ്റെ എക്സിനും എന്തെങ്കിലും പണി കൊടുക്കുമായിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ചെങ്ങിയുവാണെങ്കിൽ കഥ ഫുള്ള് ഇൻട്രസ്റ്റിംഗ് ആയിക്കൊണ്ട് വരുവാണല്ലോ എന്ന് പറയാണ്. പിന്നീട് കാണിക്കുന്നത് നൈറ്റ് ടൈമിൽ ചെങ്ങാണെങ്കിൽ അവൻ രാവിലെ ഷീഷോങ്ങിനെ കാറിൽ വെച്ച് കിസ് ചെയ്തതും എന്നിട്ട് ടച്ച് ചെയ്യാനൊക്കെ പോയപ്പോഴത്തേക്കും ഷീഷോങ് നീ എൻ്റെ ബോയ് ഫ്രണ്ട് അല്ലല്ലോ, പിന്നെ നീ എന്തിനാ എന്നെ ടച്ച് ചെയ്യുന്നത് എന്നിങ്ങനെ ചോദിച്ച കാര്യമാണ്. അതേസമയം ഷീഷോങ്ങിനെ കാണിക്കുവാണെങ്കിൽ അവനവൻ്റെ റൂമിൽ ഇരുന്നിട്ട് ചെങ്ങ് അവനെ രാവിലെ കിസ് ചെയ്ത കാര്യം ആലോചിച്ചിട്ട് അയ്യേ ഇവനെന്ത് വൃത്തിയുടെ ചെക്കനാ എന്നിങ്ങനെ സ്വയം പറയുന്നുണ്ട്. ആ സമയം തന്നെയാണ് ചെങ്ങ് അവന് മെസ്സേജ് അയച്ചിട്ട് നീ ഉറങ്ങിയോ എന്നിങ്ങനെ ചോദിക്കുന്നത്. ഷീഷോങ് അതിന് ഉറങ്ങാൻ പോവാണ്, നീ എന്ത് ചെയ്യുക എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ഞാനാണെങ്കിൽ ഇൻറ്റിമേറ്റ് ആകാൻ പോവാണെന്ന് പറയുന്നുണ്ട്. ആ സമയം ഷീഷോങ് അത് കേട്ടിട്ട് അങ്ങനെ ഇൻറ്റിമേറ്റ് ആകാൻ പോവാണെങ്കിൽ പിന്നെ നീ എന്തിനാ എനിക്ക് മെസ്സേജ് ഇടുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ എനിക്കാണെങ്കിൽ നിൻ്റെ കുറച്ച് ഒരു എൻകറേജ്മെൻറ്റ് വേണം, എനിക്ക് കുറച്ച് എൻകറേജ്മെൻ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ പറയാനായിട്ട് പറയുന്നുണ്ട്. ഷീഷോങ് അപ്പോൾ ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അവൻ പറയുന്നുണ്ട്, ചെങ്ങുമായിട്ട് ഇൻറ്റിമേറ്റ് ആവാൻ പോകുന്ന പെൺകുട്ടി നീ ഒരു കാര്യം മനസ്സിലാക്കണം, അത് പിന്നെ അവനാണെങ്കിൽ ഒരു വൃത്തിയുടെ ചെക്കനാണ്, ആൺകുട്ടികളായിട്ടും പെൺകുട്ടികളായിട്ടും ഒക്കെ ബന്ധമുണ്ട്, അവൻ നല്ലവനാണെന്ന് നീ ഒരിക്കലും വിശ്വസിക്കല്ലേ എന്ന്. ഇതെല്ലാം ഇവരിങ്ങനെ ഓഡിയോ മെസ്സേജിലൂടെ പറഞ്ഞായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. സോ ഷീഷോങ്ങിൻ്റെ ഇങ്ങനത്തെ ഒരു ഓഡിയോ വരുമ്പോഴത്തേക്കും നമ്മുടെ ചെങ്ങിരുന്ന് ചിരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം ചെങ്ങിയുവാണെങ്കിൽ വീട്ടിൽ ഇരുന്നിട്ട് ജിയാങ്ങിന് മെസ്സേജ് അയച്ചാലോ വേണ്ടേ അയക്കണോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് പല മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നുണ്ട്. അതായത് നീ ബിസിയാണോ, നിൻ്റെ വർക്ക് കഴിഞ്ഞോ, നീ ഫുഡ് കഴിച്ചോ, എന്നെ മിസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. എന്നാൽ
എല്ലാം തന്നെ അവൻ ഡിലീറ്റ് ആക്കി കളയാണ് സെൻഡ് ചെയ്യുന്നതിന് പകരം. അങ്ങനെ അവൻ പിന്നീട് എന്തെങ്കിലും അയക്കണം എന്ന് കരുതിയിട്ട് ഇവനാണെങ്കിൽ നിൻ്റെ വർക്ക് കഴിഞ്ഞു എന്ന് വെച്ചിട്ട് ഇങ്ങനെ ഒരു മെസ്സേജ് ഇടുന്നുണ്ട്. കൂടെ ഇൻട്രസ്റ്റിംഗ് ആക്കാനായിട്ട് അവൻ്റെ ഒരു ഫോട്ടോയൊക്കെ അവൻ എടുക്കുന്നുണ്ട്. എന്നാൽ അത് സെൻഡ് ചെയ്യുന്നില്ല. അത് പോരാന്ന് കരുതിയിട്ട് അവനാണെങ്കിൽ എഴുന്നേറ്റ് പോയി കണ്ണാടിയുടെ ഫ്രണ്ടിൽ നിന്നിട്ട് അവൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺസൊക്കെ അഴിച്ചിട്ട് ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട്. എന്നിട്ട് അതാണെങ്കിൽ നേരെ ജിയാങ്ങിന് അയച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ അയച്ച ആ ഒരു മെസ്സേജ് അവൻ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഡിലീറ്റ് ആയി കഴിയുമ്പോഴത്തേക്കും അതാണെങ്കിൽ മറ്റേ ആളുടെ ചാനലും അയച്ച ആൾ ഒരു മെസ്സേജ് ഡിലീറ്റ് ചെയ്തു എന്നിങ്ങനെ നമ്മുടെ വാട്സപ്പിൽ കിടക്കുന്ന പോലെ വന്ന് കിടക്കും. അപ്പോൾ ജിയാങ്ങിന് എന്തായിരിക്കും ഇവൻ അയച്ചത് എന്നിങ്ങനെ അറിയാനായിട്ട് ഒരു ആകാംക്ഷ വരും. അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവൻ മനഃപൂർവ്വം ഈ ഒരു ഫോട്ടോ അയച്ചിട്ട് അത് റിമൂവ് ചെയ്ത് കളഞ്ഞത്. പിന്നീട് കാണിക്കുന്നത് യുവിനെയാണ്. അവളിപ്പോൾ ചെങ്ങാണെങ്കിൽ ബാസ്കറ്റ് ബോൾ കളിക്കാനായിട്ട് വരുന്ന ഒരു സ്ഥലത്ത് അവനെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അവനാണെങ്കിൽ വരുമ്പോഴത്തേക്കും ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു, എനിക്ക് വിശക്കുന്നുണ്ട്, നമുക്ക് ഫുഡ് കഴിക്കാൻ പോയാലെന്ന് വെച്ചിട്ട് അവനെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. എന്നാൽ ആ ടൈമിൽ കറക്റ്റ് ശീശം അങ്ങോട്ടേക്ക് വരികയും അത് കാണുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഞാൻ എന്തേലും പെട്ടെന്ന് ചെയ്യണം, ഇല്ലെങ്കിൽ എനിക്കാണെങ്കിൽ അവർ തമ്മിൽ ബ്രേക്കപ്പ് ആക്കാൻ പറ്റത്തില്ല എന്ന്. അങ്ങനെ വീണ്ടും അടുത്ത് ചെങ്യുവിനെ കാണിക്കുമ്പോൾ അവനാണെങ്കിൽ ജിയാങ് തനിക്കൊരു റിപ്ലൈ എന്തെങ്കിലും തന്നിട്ടുണ്ടായിരിക്കും, എന്താണ് മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത് എന്നൊക്കെ ചോദിച്ച് എന്തെങ്കിലും ഇട്ടിട്ടുണ്ടായിരിക്കും എന്ന് കരുതുന്നുണ്ട്. എന്നാൽ നോക്കുമ്പോൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. വീണ്ടും അടുത്ത് ശീശോ അങ്ങനെ കാണിക്കുമ്പോൾ ഇപ്പോൾ നൈറ്റായി വരുന്നുണ്ടായിരുന്നു. അവനാണെങ്കിൽ ആ ഒരു ബാസ്കറ്റ് ബോൾ കോർട്ടിന് പോയിട്ടുണ്ടായിരുന്നില്ല. സിഗരറ്റൊക്കെ വലിച്ചുകൊണ്ട് ബോളും വെച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ആ സമയമാണ് ചെങ്ങ് അങ്ങോട്ടേക്ക് വരുന്നത്. ഇവനെ കാണുന്നതും ചെങ്ങ് ചോദിക്കുന്നുണ്ട് നീ എന്താ ഇപ്പോൾ പെട്ടെന്ന് സ്മോക്കൊക്കെ ചെയ്യുന്നതെന്ന്. എന്നാൽ അതിന് റിപ്ലൈ കൊടുക്കാതെ അവനാണെങ്കിൽ ചെങ്ങിൻ്റെ കാറൊക്കെ ഒന്ന് ചുറ്റി നോക്കുന്നുണ്ട്. എന്നിട്ട് ചെങ്ങിനോട് ചോദിക്കുന്നുണ്ട് ഞാനാണെങ്കിൽ എൻ്റെ പാമ്പുകളെ വിട്ടിട്ട് ഒരു കാറ് വാങ്ങിച്ചാലെന്ന് വിചാരിക്കുക, ഈ കാറിന് എത്ര രൂപയായി നോക്കുമ്പോഴത്തേക്കും അത്ര എക്സ്പെൻസീവ് ഒന്നും അല്ലായിരുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം വീണ്ടും ശീശോങ്ങാണെങ്കിൽ കാർ മൊത്തവും നോക്കുന്നുണ്ട്. എന്നിട്ട് ചെങ്ങിൻ്റെ അടുത്ത് നിൻ്റെ ഈ കാറ് നീ എനിക്ക് വിൽക്കുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ചെങ്ങപ്പോൾ എനിക്ക് നിന്നെ കിട്ടിക്കഴിഞ്ഞാൽ ഈ കാർ ഞാൻ നിനക്ക് തരാമെന്ന് പറയുന്നുണ്ട്. ശീശോങ്ങപ്പോൾ ഈ കാറ് അത്രയ്ക്ക് അടിപൊളിയൊന്നും അല്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. ചെങ്ങപ്പോൾ നീ പറയുന്ന കേട്ടാത്തൊന്നും നീ മുമ്പേ കാറിൽ കയറിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവനെയും വിളിച്ചുകൊണ്ട് എങ്ങോട്ടോ ചെല്ലുന്നുണ്ട്. നമ്മുടെ ചെങ്ങിൻ്റെ വീട്ടിൻ്റെ അടുത്തായിട്ടാണ് ചെല്ലുന്നത്. അങ്ങനെ അവിടെ എത്തിയിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന ടൈമിന് നമ്മുടെ ശീശോങ്ങാണെങ്കിൽ കാറ് കുഴപ്പമില്ല കൊള്ളാമെന്ന് പറയുന്നുണ്ട്. ചെങ്ങപ്പോൾ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ കൊണ്ടുവിടാമെന്ന് പറയുമ്പോഴത്തേക്കും ശീശോങ്ങ് വേണ്ട, ഞാനാണെങ്കിൽ ഒരു ടാക്സി വിളിച്ച് പൊക്കോളാന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞ് നടന്നു പോകാൻ തുടങ്ങുന്നുണ്ട്. അവനാണെങ്കിൽ ചെങ്ങ് തന്നെ തിരിച്ച് വിളിക്കും എന്നൊരിതിലാണ് അവൻ നടക്കുന്നത്. എന്നാൽ വിളിക്കുന്നില്ല. പകരം ചെങ്ങ് പറയുന്നത് എങ്കിൽ പിന്നെ ഞാൻ എൻ്റെ ഗേൾ ഫ്രണ്ടിനെ കാണാനായിട്ട് പോവാം, അല്ലെങ്കിൽ ഞാൻ അവളെ പിക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്നത് ശീശോങ്ങ് അവൻ്റെ അടുത്തേക്ക് തിരിച്ചു വന്നിട്ട് എനിക്ക് വെള്ളം തയ്ക്കുന്നു, ഞാനാണെങ്കിൽ നിൻ്റെ വീട്ടിലോട്ടൊന്ന് വന്നോട്ടെ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ചെങ്ങാണെങ്കിൽ അവനെ വലിച്ചെടുത്തുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോകുന്നുണ്ട്. നേരെ കിച്ചണിലേക്ക് ചെന്നിട്ട് അവിടെയുള്ള കൗണ്ടറിൻ്റെ പുറത്ത് ശീശോങ്ങിനെ കയറ്റി ഇരുത്തുന്നുണ്ട്. ശീശോങ്ങിൻ്റെ കാറിൻ്റെ ഇടയിലായിട്ട് ഇവൻ കയറി നിൽക്കുന്നുണ്ട്. സൈഡിലിരുന്ന ഗ്ലാസ്സിൽ ഇവന് കുടിക്കാനായിട്ട് വെള്ളം ഒഴിക്കുന്നുണ്ട്. ആ സമയം തന്നെയാണ് യുയി അവനെ കോൾ ചെയ്യുന്നത്. അപ്പോൾ അവൻ ഫോൺ എടുക്കുന്നതിന് പകരം ശീശോങ്ങാണ് ചെങ്ങിൻ്റെ പോക്കറ്റിൽ നിന്ന് ആ ഒരു ഫോൺ എടുക്കുന്നത്. അവൻ ആ കോൾ അറ്റൻഡ് ചെയ്യാതിരിക്കാനായിട്ട് ചെങ്ങിൻ്റെ ഫോൺ മാറ്റി വെക്കുന്നുണ്ട്. ചെങ്ങപ്പോൾ ഞാൻ അവളുടെ കോൾ അറ്റൻഡ് ചെയ്യാതിരിക്കണമെങ്കിൽ അങ്ങ് പറഞ്ഞാൽ പോരെ, നീ എൻ്റെ ഫോൺ ഇങ്ങനെ പൊട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. ശീശോങ്ങപ്പോൾ നിനക്ക് നിൻ്റെ ഫോൺ പൊട്ടിപ്പോകുന്നതിലാണോ ടെൻഷൻ, അതോ അവളടുത്ത് സംസാരിക്കാൻ പറ്റാത്തതിലാണോ ടെൻഷൻ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ചെങ്ങാണെങ്കിൽ ശീശോ അങ്ങനെ ചെറിയൊരു അടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നിനക്ക് തീരെ അനുസരണക്കുറവാണ്, അടി അതില്ലെങ്കിൽ ശരിയാകത്തില്ല എന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ പിടിച്ചു വയ്ക്കുന്നുണ്ട് ക്ലോസ് ആയിട്ട്. അതിനുശേഷം നമ്മളെ കാണിക്കുന്നത് ജിയാങ്ങിനെയാണ്. ഇത് നേരത്തെ കഴിഞ്ഞൊരു സീനാണ്. അതായത് ചെങ്ങു ആണെങ്കിൽ അവൻ്റെ ഒരു ഫോട്ടോ ജിയാങ്ങിന് അയച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആ സമയത്ത് തന്നെ കറക്റ്റ് ജിയാങ് ആണെങ്കിൽ ആ ഒരു ഫോട്ടോ കണ്ടിട്ടുണ്ടായിരുന്നു. അവൻ്റെ ഗാലറിയിൽ അവനത് സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ടൈമിലാണ് പെട്ടെന്ന് ചെങ്ങു ആ ഒരു ഫോട്ടോ ഡിലീറ്റ് ചെയ്ത് കളയുന്നത്. ആ സമയം ജിയാങ് നീ എന്തിനാ അത് ഡിലീറ്റ് ചെയ്തത് എന്നിങ്ങനെ ചോദിക്കാനായിട്ട് പോകുന്നുണ്ട്. കാരണം അവന് ചെങ്ങുവിൻ്റെ ആ ഒരു ബോഡിയൊക്കെ കാണിച്ചിട്ടുള്ള ഫോട്ടോ നല്ലതുപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ അവൻ ആ മെസ്സേജ് അയക്കുന്നതിന് മുന്നേ അത് ഡിലീറ്റ് ചെയ്ത് കളയാണ്. കാരണം അവന് ഒരു തോന്നൽ വരുന്നുണ്ട് താനാണെങ്കിൽ ചെങ്ങുവിന് മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് ചെങ്ങു മനഃപൂർവ്വം ചെയ്തൊരു പണിയായിരിക്കും ഇതെന്ന്. അങ്ങനെ അതുകൊണ്ട് തന്നെ അവൻ മെസ്സേജ് അയക്കാതെ അവൻ ഫോൺ മാറ്റി വയ്ക്കുന്നുണ്ട്. അങ്ങനെ അതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ആവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് ബൈ.